കൈത്താക്കാലം മൂന്നാം ഞായർ. ലൂക്ക 10:38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. വഴിയാത്രയിൽ ഒരിടത്താവളം തേടുന്ന ഈശോയെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇടത്താവളം വിശ്രമത്തിനും ഒപ്പം ഒരു സന്ദർശനത്തിനുമായിട്ടാണ് അവിടുന്ന് തിരഞ്ഞെടുത്തത്. അവിടെ വിശ്രമിക്കുവാൻ ഒരിടമുണ്ട്. അതൊരു ഭവനമായിരുന്നതുകൊണ്ട് നല്ല ഭക്ഷണവും അവിടെ പ്രതീക്ഷിക്കാമായിരുന്നു. അതോടൊപ്പം ഹൃദ്യമായ സംഭാഷണവും. വിശ്രമസ്ഥലം ഒരുക്കുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും സമയം വേണമായിരുന്നു. ആ ഇടവേള ഈശോ സംഭാഷണത്തിനായി വിനിയോഗിച്ചു. സഹോദരിമാരായ മത്തായും മറിയവും ഈശോയെ അവരുടെ ഭവനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു. അവിടുത്തെ കാണുന്നതും അടുത്ത് അനുഭവിക്കുന്നതും അവിടുത്തെ ശ്രവിക്കുന്നതും ഒരു സമർത്ഥമായ വിരുന്നിൽ സംബന്ധിക്കുന്നത് പോലെയായിരുന്നു. ആതിഥേയരായ ആ സഹോദരിമാർക്ക് അവിടുത്തെ മുമ്പിൽ അവർ അതിഥികളായിത്തീരുന്ന അനുഭവമാണ് അവർക്കുണ്ടായത്. കർത്താവിൻ്റെ അടുത്തായിരിക്കുന്നവർക്കൊക്കെ ആ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. സംതൃപ്തമാക്കുന്ന വചനമാണ് അവിടുന്ന് വിളമ്പുന്നത്. അത് ശ്രവിക്കുന്നവർ സംതൃപ്തി അടയുന്നു. ശ്രവിക്കുക എന്ന് പറയുന്നത് വചനം ഉൾക്കൊള്ളുക തന്നെയാണ്. അതുപോലെ സാമീപ്യം എന്നതും സ്നേഹിതർക്ക് സംതൃപ്തി നൽകുന്നതാണ്. ആ ഇരു സഹോദരിമാർക്കും കർത്താവ് ഒരുക്കിയ വിരുന്നായിരുന്നു അത്. മറ്റു സമ്മാനങ്ങളൊന്നും അവിടുന്ന് കൂടെ കൊണ്ടുവന്നില്ലായിരുന്നു. മർത്തായും മറിയവും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളുടെ ഉടമകൾ ആയിരുന്നു. ഇരുവരുടെയും സ്നേഹപ്രകടനങ്ങളും അവരെ വ്യത്യസ്തരാക്കി. മൂത്തവൾ ഈശോയെ സ്വീകരണമുറിയിലാക്കിയിട്ട് ഓടി നടന്നു. സ്നേഹം കൊണ്ടും ഉത്കണ്ഠ കൊണ്ടും അവൾ അസ്വസ്ഥയായിരുന്നു. അത് കർത്താവ് അകലിയിരുന്നു കൊണ്ട് കണ്ടറിഞ്ഞു. മറിയമാകട്ടെ ഒരിക്കൽ അസ്വസ്ഥമായിരുന്ന അവളുടെ ഹൃദയത്തിന് വിശ്രമം കണ്ടെത്തുവാൻ അവിടുത്തെ പാദാന്തികത്തിലിരുന്നു. അവിടുത്തെ സാമീപ്യവും ഹൃദയവും കവിഞ്ഞൊഴുകി അവളിലേക്ക് കടന്നു വന്ന വാക്കുകളും അവളുടെ ഹൃദയത്തെ ശാന്തമാക്കി. വചനം ശ്രവിക്കുന്നത് ഒരു പോഷണം തന്നെയാണ്. അവൾ മറ്റെല്ലാം മറന്നു. അവളുടെ സഹോദരിയുടെ അധ്വാനത്തെയും അവൾ മറന്നു കളഞ്ഞു. മർത്തായും ആ സാമീപ്യത്തെയും സംഭാഷണത്തെയും കൊതിച്ചിരുന്നു. എന്നാൽ അനേക കാര്യങ്ങളിലുള്ള വ്യഗ്രത അവർക്കിടയിൽ അകലം സൃഷ്ടിച്ചു. അവൾ തനിച്ചായതുപോലെ അവൾക്ക് തോന്നി. അത് ജനിപ്പിച്ച ഏകാന്തത അവളുടെ ആവലാതിയായി അവൾ പ്രകടിപ്പിച്ചു. സഹോദരി ജോലിയെല്ലാം തന്നെ ഏൽപ്പിച്ച് അവളെ തനിച്ചാക്കി എന്ന് അവൾ കർത്താവിനോട് ആവലാതിപ്പെട്ടു. എന്നാൽ അത് സമയവും സാഹചര്യവും ആവശ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ അവൾക്ക് പറ്റിയ അബദ്ധമായിരുന്നുവെന്ന് അവിടുന്ന് അവളെ ബോധ്യപ്പെടുത്തി. സ്നേഹമസൃണമായ ഒരു ശാസന എന്ന പോലെ അവിടുന്ന് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയും ആയിരിക്കുന്നു. എന്നാൽ ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. അതിനു പകരം നീ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അലയുന്നു. നല്ലത് എന്തെന്ന് കണ്ടറിയുവാനും തിരഞ്ഞെടുക്കുവാനും നിനക്ക് സാധിച്ചില്ല. മറിയമാകട്ടെ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. മറിയം തിരഞ്ഞെടുത്തത് ആതിഥേയയുടെ റോൾ മാത്രമാണ്. സ്വയം സ്നേഹിതനെന്ന് വിശേഷിപ്പിക്കുന്ന ഗുരുവും കർത്താവുമായ അവിടുത്തെ അതിഥി കൂടെയാണ് അവൾ എന്ന് അല്പനേരം അവൾ മറന്നുപോയി. ഗുരുവാണ് എല്ലാവരെയും തൻ്റെ അടുത്തേക്ക് ക്ഷണിക്കുന്നത്. ശുശ്രൂഷയുടെ ബാഹുല്യം മൂലം അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. വചനം ശ്രവിക്കുവാൻ, സംഭാഷണത്തിൽ പങ്കുപറ്റുവാൻ ഹൃദയത്തിൻ്റെ ശാന്തത വേണം. അത് അവൾക്ക് നഷ്ടപ്പെട്ടു. അതുവഴി കർത്താവിൻ്റെ സാമീപ്യം അവൾ നഷ്ടപ്പെടുത്തി. ഒപ്പം സഹോദരിയോടുള്ള മതിപ്പും അവൾ നഷ്ടപ്പെടുത്തി. അങ്ങനെ അത് കർത്താവിന് കിട്ടിയ ഒരവസരമായി. വചനത്തിന് ഹൃദയവയൽ ഒരുക്കുവാൻ, വചനം വിതയ്ക്കുവാൻ, പഠിപ്പിക്കുവാനും ശാസിക്കുവാനുമുള്ള അവസരം. അവിടുത്തെ വചനം അത് ശ്രവിക്കുന്നവർക്ക് എപ്പോഴും സ്വാദിഷ്ടമായ ഭക്ഷണവും ദാഹശമിനിയും ആണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ പതറിയ മനസ്സോടെയും ചിതറിയ ചിന്തകളോടെയും കൂടി കടന്നു വന്ന സ്ത്രീക്ക് അവിടുത്തെ വാക്കുകൾ സൗഖ്യപ്പെടാനുള്ള ഔഷധവും പാനീയവുമായി. അവിടുത്തെ വാക്കുകളും ചെയ്തികളും അവിടുത്തെ ശിഷ്യർക്ക് പോഷണമായി. പിന്നെ അത് ഉയർപ്പിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും അടയാളമായി. വചനം മാംസമാകുന്നത് അവർ കൺമുമ്പിൽ കണ്ടനുഭവിച്ചു. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന അവിടുത്തെ വാക്കുകളിലൂടെ അവരത് ഗ്രഹിച്ചു. അവർ പങ്കുപറ്റിയും പങ്കുവെച്ചും അനുഭവിച്ച അപ്പവും വീഞ്ഞും ഭക്ഷണവും പാനീയവും മാത്രമായിരുന്നില്ല. വചനവും സ്നേഹവും ഘനീഭവിച്ചുണ്ടായ ഭക്ഷണവും പാനീയവുമാണ് അവർ അവിടുത്തെ ശരീരരക്തങ്ങളായി അങ്ങിൽ നിന്നും സ്വീകരിച്ചത്. അങ്ങനെയുള്ള ഒരു പങ്കുവെക്കലായിരുന്നു അത്. ആ വചനവും അനുഷ്ഠാനവും പുതിയ കൽപ്പനയായി നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വർഷങ്ങൾ നൂറ്റാണ്ടുകളായും സഹസ്രാബ്ദങ്ങളായും കടന്നുപോയപ്പോൾ മിക്കവാറും എല്ലാം തന്നെ അനുഷ്ഠാനങ്ങൾ മാത്രമായി. നാമെല്ലാം സഭ തന്നെയും മർത്തായെപ്പോലെ അനവധി കാര്യങ്ങളിൽ വ്യഗ്രചിത്തരായി. അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൂടി. ഒരുക്കപ്പെടാത്ത വയലുകളിൽ വചനം വീണ്ടും വീണ്ടും വിതയ്ക്കപ്പെട്ടു. വിളവ് കുറഞ്ഞു. എവിടെയും ആഹാരത്തിനു വേണ്ടിയുള്ള അലച്ചിലുണ്ടാകുന്നു. സമൃദ്ധിയിൽ പങ്കുവയ്ക്കുവാനുള്ള മേശകൾ അധികമാരും ഒരുക്കുന്നില്ല. കർത്താവിൻ്റെ മേശ എന്ന സംജ്ഞ പോലും അങ്ങനെ അപരിചിതമായി. കർത്താവിൻ്റെ പാദാന്തികത്തിൽ ഇരുന്ന് അവിടുത്തെ സ്വരം ശ്രവിക്കുവാനുള്ള അവധാനത അങ്ങനെ നഷ്ടപ്പെട്ടു തുടങ്ങി. വചനപ്രഘോഷണം നടക്കുന്നുണ്ട്. എന്നാൽ പോഷണമായിത്തീരുന്ന വചനത്തിൻ്റെ ശ്രവണം അസാധ്യമാകും വിധം പല കാര്യങ്ങളിലുമുള്ള വ്യഗ്രത സഭയിലും സമൂഹത്തിലും ഭവനങ്ങളിലും ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നു. അവയൊക്കെ നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളിൽ നിന്നും ചേരുതിരിവുകളിൽ നിന്നും വ്യക്തമല്ലേ? ഇന്ന് നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യം എത്രമാത്രം അനുഭവിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ചോദ്യത്തിന് പ്രസക്തി കൂടുകയാണ്. അവിടുത്തെ വചനം ശ്രവിക്കുവാനും അതേക്കുറിച്ച് ധ്യാനിക്കുവാനുമുള്ള ഇടവേള, ആത്മീയ വിശ്രമത്തിൻ്റെ ഇടവേളയാണത്. നമ്മുടെ ആരാധനാ രീതികളിൽ ആ ഇടവേളയുണ്ടോ? കുർബാനയാണെങ്കിലും ചൊല്ലിത്തീർക്കുവാനുള്ള ഒന്നായിട്ടല്ലേ പലരും കരുതുന്നത്. വചനം ശ്രവിച്ച് അയവിറക്കുമ്പോഴാണ് അത് പോഷണമാകുന്നത്. ഉപാസനയിലൂടെയാണ്, അതായത് കർത്താവിൻ്റെ പാദാന്തികത്തിലായിരിക്കുന്നതിലൂടെയാണ് അവിടുത്തെ വചനം സ്വാന്തനമായി നമ്മിലേക്ക് കടന്നു വരുന്നത്. അതുവഴിയാണ് നമ്മുടെ കർത്താവും ദൈവവും നമുക്ക് സ്നേഹിതൻ കൂടിയാകുന്നത്. മർത്തായിക്കും മറിയത്തിനും കർത്താവ് അങ്ങനെയായിരുന്നു. അവർ ഇരുവരുടെയും സ്വഭാവ സവിശേഷതയുടെ നല്ല വശങ്ങൾ നമ്മിൽ സമന്വയിക്കണം. അവരുടെ ഇരുവരുടെയും സ്വഭാവ സവിശേഷതകൾ നമ്മൾ സമന്വയിച്ചെടുക്കണം. മർത്തായും മറിയവും അതുപോലെ ലാസറും കർത്താവിന് എന്നും ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബ കൂട്ടായ്മയായിരുന്നു. ഇന്ന് സഭ ഈ കൂട്ടായ്മയിൽ കൂടുതൽ വളരേണ്ടിയിരിക്കുന്നു എന്ന നിഗമനത്തിലേക്കും നമ്മൾ ഇവിടെ എത്തിച്ചേരുകയാണ്. അതായിരിക്കും നമ്മൾ വിശാല സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ മാതൃക. മർത്തായുടെയും മറിയത്തിൻ്റെയും മനോഭാവങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ധ്യാനാത്മക സമൂഹങ്ങളും പ്രവർത്തനാത്മക സമൂഹങ്ങളും കോണ്ടംപ്ലേറ്റീവ് ആൻഡ് ആക്റ്റീവ് കമ്മ്യൂണിറ്റീസ് സഭാസമൂഹത്തിൽ നൂറ്റാണ്ടുകളായി രൂപപ്പെട്ടിട്ടുണ്ട്. സന്യാസ സഭകളിലൂടെ ഇന്ന് മർത്തായെയും മറിയത്തെയും ഐക്യപ്പെടുത്തുവാനുള്ള പരിശ്രമവും നടക്കുന്നുണ്ട്. എങ്കിലും മർത്തായിക്കാണ് മേൽക്കോയ്മ. മറിയത്തെ അല്ല, കർത്താവിനെയാണ് മിക്കപ്പോഴും നമ്മൾ തനിച്ചാക്കുന്നത് എന്ന വിമർശനത്തിനും ഇവിടെ പ്രസക്തിയുണ്ട്. അതിനാൽ വഴിയാത്രക്കാരനായ അവിടുന്ന് ഒരു ഇടവേളയ്ക്കായി, വിശ്രമത്തിനായി സ്നേഹിതരുടെ സമീപത്തേക്ക് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാതെയാവും. വസിക്കാൻ സാധിക്കുന്നിടത്താണ് മനുഷ്യർ വിശ്രമം തേടുന്നത്. ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുന്നതും നമ്മിൽ വിശ്രമിക്കുവാൻ വേണ്ടിയാണ്. അതുവഴി നമ്മുടെ ഹൃദയങ്ങൾക്ക് അവിടുന്ന് വിശ്രമം നൽകുന്നു. അതിനാലാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളിൽ വസിക്കും, അതുപോലെ നിങ്ങൾ എന്നിലും വസിക്കുവിനെന്ന്. ഇടവേളയ്ക്ക് ശേഷം ദൃശ്യസാന്നിധ്യം ഉപേക്ഷിച്ച് കർത്താവിന് തുടർന്നുള്ള യാത്രയ്ക്ക് സമയമായി. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എന്ന ആശംസയ പറഞ്ഞിട്ടാണ് അവിടുന്ന് മറഞ്ഞുപോയത്. എങ്കിലും നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ തനിച്ചല്ല. കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുമ്പോഴും, ഭക്ഷണമേശയ്ക്ക് ചുറ്റിലുമായിരിക്കുമ്പോഴും, ജോലികൾ പങ്കുവെച്ച് ചെയ്യുമ്പോഴും, പ്രാർത്ഥിക്കുമ്പോഴും, പരസ്പരം അനുഭവങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുമ്പോഴും കർത്താവ് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ അവിടുന്ന് അതിഥിയും ആതിഥേയനുമായിട്ട് നമ്മോടൊപ്പമുണ്ട്. അത് നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ അനുഭവിക്കുന്നുണ്ടോ? തുറന്നു പറയുവാനും ശ്രമിക്കുവാനുമുള്ള മനോഭാവം പ്രായവ്യത്യാസമില്ലാതെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഉണ്ടോ? പങ്കുവയ്ക്കലിൻ്റെ സംഭാഷണം നടക്കുന്നുണ്ടോ? മറിച്ച് മുറിയിലേക്കും മൊബൈലിലേക്കും വെളിയിലേക്കുമുള്ള ഒളിച്ചോട്ടമല്ലേ നടക്കുന്നത്? അങ്ങനെ ഭവനം പലർക്കും അന്യമായി തീരുന്നില്ലേ? തലമുറകളുടെ വ്യത്യാസം അകൽച്ച സൃഷ്ടിക്കുന്നില്ലേ? എല്ലാം തുറന്നു പറയുവാനുള്ള അടുപ്പം കുടുംബാംഗങ്ങൾക്കിടയിൽ ഇല്ലാതാകുന്നില്ലേ? നിങ്ങൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന പുകഴ്ത്തലിൻ്റെയും അംഗീകാരത്തിൻ്റെയും വാക്കുകൾ കർത്താവിൽ നിന്നും നമുക്ക് ശ്രവിക്കുവാനിടയാകട്ടെ. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹാശംസകൾ.